ഹായ് ഫ്രണ്ട്സ്, തൊരട്ട് പോൺ ടൈറ്റിൽ മനസ്സിലെ ഫോഴ്സ് മാരേജ് വിത്ത് ജയഹോപ്പ്. ഇപ്പോൾ മലയാള ഹീറോയിൻ നോർമൽ ഗേൾ, ഹിന്ദി ഗേൾ. ഹീറോയിൻ ഇന്ത്യയിൽ, ജയഹോപ്പ് കൊറിയയിൽ. അങ്ങനെ ഹീറോയിനോട് അമ്മ പറയായിരുന്നു, എന്തു പറ്റി പ്രിയ? ഇല്ലമ്മ, എനിക്ക് കുറച്ച് ജോബുണ്ട്, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഹീറോയിൻ കുടുകുടു ഓടുകയായിരുന്നു. അയ്യോ, ഈ പ്രിയക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാവില്ല. അങ്ങനെ പ്രിയാൻ്റെ വീട്ടിലുള്ളവരെല്ലാം പറഞ്ഞു, എൻ്റെ ഡാഡി അതെ മാരേജ് പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡിക്ക് ഇങ്ങനെ മാരേജിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ മാരേജിൽ പറഞ്ഞ ഏത് നാട്ടിൽ വേണം ചെക്ക് കിട്ടും, ഫോറിൻ കിട്ടും. ഹീറോയ്ക്ക് നിറയെ വന്നിട്ടുണ്ട്. ഹീറോയിൻ്റെ ചേട്ടൻ നോക്കി ചെക്ക് നോക്കുമ്പോൾ എല്ലാ ചെക്കനും റിജക്റ്റ് ചെയ്തു. വാ, ഇതിലേത് ഒരു സെറ്റാവില്ല. ഹീറോയിൻ്റെ ചേട്ടൻ നോക്കുമായിരുന്നു, ഏത് ഫോട്ടോ സെറ്റാവില്ല. ശരി, പേര് ഇങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ ഒരു ഹാക്കറാണ്. ഹാക്കറെ കുറിച്ച് പറഞ്ഞ ഫേമസ് ഹാക്കർ. അത് അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഫേമസ് ഹാക്കിംഗ് പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അങ്ങനെ ജോബ് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ നോക്കിയായിരുന്നു ഫസ്റ്റ് ചെക്കൻ ഇന്ത്യ ബോയ്സ്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ ഓരോ നോക്കിയായിരുന്നു, ഇവന് സെറ്റാല. അങ്ങനെ എല്ലാ ഫോട്ടോസ് റിജക്റ്റ് ചെയ്തു. ഇന്ത്യയിൽ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, 5 ലാംഗ്വേജുകൾ വോയിസ് കിട്ടിയായിരുന്നു. അത് ഏത് റിജക്റ്റ് ചെയ്തായിരുന്നു. എന്ത് ഫോറിങ്ങാ? ലണ്ടൻ നോക്കിയായിരുന്നു. ലണ്ടനിൽ ചെക്കന് ഒരുമാതിരി ഇട്ടു. അങ്ങനെ ലണ്ടൻ വേണ്ട, അമേരിക്ക ഏത് സെറ്റാണ് ഏത് ഭംഗിയില്ല. ജയഹൂപ്പിൻ്റെ ഫോട്ടോ കണ്ട് ഹീറോയിൻ്റെ ചേട്ടക്ക് ഷോക്കായിരുന്നു. എന്ത് ജയഹൂപ്പാ? അമ്മ എന്ന് പറഞ്ഞു. ജയഹൂപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. എന്തടാ അമ്മ, എനിക്ക് കുറച്ച് ജ്യൂസ് വേണമ്മ. ശരിടാ, ഏത് ജ്യൂസ്? അമ്മ, എനിക്കൊരു ജ്യൂസ് വേണം എന്നോ പറഞ്ഞായിരുന്നു. ശരിടാ, എൻ്റെ ഫ്ലേവർ ജ്യൂസ് സ്ട്രോബെറി ജ്യൂസാണ്. ശരി അമ്മ, സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കി വാ. അങ്ങനെ ഒരു പറഞ്ഞ് അയച്ചായിരുന്നു. എനിക്ക് വെച്ചാലും പോയായിരുന്നു അമ്മ. അങ്ങനെ ഫോൺ ജയഹൂപ്പ് കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ തുടങ്ങി. ഹാക്ക് ചെയ്തത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞ് ജയഹൂപ്പ് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അത് നോക്കിക്കഴിഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഇവന് കറക്റ്റ് മാച്ച് എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ ചേട്ടൻ. അത് നോക്കിയായിരുന്നു. അത് മാത്രമല്ല ഒരു മാച്ച് ഇമാതിരിയാണ്. ശരി ഓക്കെ ഇൻസൾട്ടാവും. അങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് അമ്മ, ഇവൻ പേര് ജയഹൂപ്പ്. എന്തടാ ജ്യൂസ് ഉണ്ടാക്കി വന്ന് കൊടുത്ത അമ്മ, ഇവിടെ ഇരുന്നു, ഇവൻ ജയഹൂപ്പാണ്. അങ്ങനെ ഇത് പറഞ്ഞ ഡീറ്റെയിൽസ് മൊത്തം പറയാൻ തുടങ്ങി. എന്താടാ ഇത് കൊറിയൻ, ഇതേതാ ഫോറിൻ? അമ്മ, കൊറിയൻ ആണ്. ഓ, കാണാൻ ഭംഗിയിട്ട്. അങ്ങനെ ഫുൾ ഫോട്ടോസ് കാട്ടാൻ. ഇത് കണ്ട് അമ്മയ്ക്ക് ഷോക്ക്. എന്താടാ ഇവരാ? എന്താ ചോദിക്കുന്നത്? ഇവൻ നമ്മളെ മോൾ, അതെ എൻ്റെ അനിയത്തി ഇവൻ്റെ ഫാൻ ഗേളാണ്. എന്തോ ഫിലിം ആക്ടർ അല്ലമ്മ, ഫിലിം ആക്ടറല്ല, ആഡലാണ്. ഓ, ഏതോന്നും വന്നില്ലടാ, K-pop ആഡൽമോ. ഓ അങ്ങനെയാണോ? ശരി, അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് പറഞ്ഞു. ശരിടാ അർജുൻ, നീ പറഞ്ഞാൽ മതി, നോക്കാം. അങ്ങനെ അവരോട് പറയും എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഹീറോയ്ക്ക് ചെക്കൻ ആരെന്ന് അറിയില്ല. ഇവർക്ക് സർപ്രൈസ് ആയിട്ട് എന്നെ വീട്ടുകാരെല്ലാം പറഞ്ഞു തന്നു ഹീറോയ്ക്ക്. അങ്ങനെ ഹീറോയ് കോളേജിൽ പോയിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അങ്ങനെ ജയഹൂപ്പിൻ്റെ വീട്ടിൽ ഓക്കെ എന്നായി. അങ്ങനെ ഹീറോയ്ക്ക് നല്ല കല്യാണത്തിൽ റെഡി ആയിരുന്നു. ഹീറോയ്ക്ക് സൈഡായിരുന്നു. അച്ഛനൊക്കെ അമ്മയ്ക്ക് ഹീറോയ്ക്ക് പേടിയാണ്. അവരോട് പറയാൻ പറ്റില്ല, ഇവർ ചെക്കനാണ്, മർട്ടിയായിരുന്നു. അത്ര പേടിയില്ല, ഒരു വേള പറയും, അങ്ങനെ ഒരു പേടിയുണ്ട്. ചേട്ടനൊക്കെ ഒരു കോപക്കാരനാണ്. ചേട്ടന് വാക്കി വെക്കൽ എന്ന് പറഞ്ഞ് പേടിച്ച് ഹീറോയി പറഞ്ഞില്ലായിരുന്നു. ശരി, ചേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞു. മാരേജൊക്കെ എല്ലാം റെഡി. എടി മച്ചി, എനിക്ക് മാരേജ് എന്ന് ഫ്രണ്ടിനോട് പറഞ്ഞു. ഫ്രണ്ട് സ്മൈൽ ചെയ്തിരുന്നു. ജയഹൂപ്പ് പറഞ്ഞായിരുന്നു, ഇപ്പം എന്താ നിനക്ക് മാരേജ്? അതേ മച്ചി, ചെക്കൻ ആരെ ഫോട്ടോ കിട്ടും? എൻ്റെ ഇല്ല, അമ്മ പറഞ്ഞായിരുന്നു. ഹീറോയി സാഡായിട്ട് പറഞ്ഞു. ഫ്രണ്ട് സമാധാനമൊക്കെ പറഞ്ഞായിരുന്നു. കീർത്തി പറയാൻ തുടങ്ങി. പ്രിയ സാഡാവണ്ട, കീർത്തിയാണ് ഫ്രണ്ട്, ദൈവമെന്ന് പറയും, വിഷമിക്കണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും റെഡിയാക്കിയിട്ട് ഹീറോയിനെ കൊണ്ടുവന്നായിരുന്നു. കീർത്തിയും ദിയ രണ്ടുപേരും വിളിച്ചിട്ടുണ്ട്. ദിയ പറഞ്ഞു പോയിരുന്നു എന്ന് ലോകത്തിൽ പോയിരുന്നായിരുന്നു. ലോകത്തിൽ നോക്കി ഹീറോയിനെ നോക്കിയാണ് സംസാരിച്ച് വന്നായിരുന്നു. രണ്ടുപേരും അവിടെ എത്തി നോക്കുമ്പോൾ ഫുൾ നോക്കിയായിരുന്നു. അവർ ശ്രദ്ധിച്ചില്ലേ? ഹീറോയിനെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. മണ്ടത്തിൽ എത്തി വന്ന് നേരെ നോക്കുമ്പോൾ ഷോക്കായിരുന്നു. എടി മച്ചി, കീർത്തി, ദിയ, എടി അത് ജയഹൂപ്പ് മാതിരി തോന്നുന്നില്ലടി. അതെ മച്ചി. അമ്മ, ദിയാൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ, എന്നെ കില്ലമ്മ. ദിയാന് കറക്റ്റാന്ന് കിള്ളി.
കയറ്റി വരാം അമ്മ എന്നെ കില്ല് കയറിയിടമ്മ കറക്കുന്ന കിളി. ഹീറോയിൻ്റെ ഫ്രണ്ട്സാണ്. ഹീറോയിൻ്റെ മമ്മി എങ്ങനെ ഹീറോ എങ്ങനെ ഫ്രണ്ട്സ് അതേമാതിരി ഹീറോയിൻ്റെ മമ്മിയും അവരുടെ ഫ്രണ്ട്സ് ദിയാൻ്റെ അമ്മ ഫ്രണ്ടും പിന്നെ കീർത്തിൻ്റെ അമ്മ ഫ്രണ്ട്സ് അവരുടെ സ്കൂൾ ഫ്രണ്ട്സാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അങ്ങനെ ആയിട്ട് പറഞ്ഞായിരുന്നു. ആ എന്തിനാ ടെൻഷൻ ആക്കുന്നത്, ഹീറോയ്ക്ക് മാരേജ് നടന്നു. ഹീറോയിൻ സാഡായിരുന്നു. കുറച്ച് സ്മൈൽ ചെയ്യാൻ പറഞ്ഞായിരുന്നു, സ്മൈൽ ചെയ്ത്. ഹീറോയ്ക്ക് എല്ലാം മാരേജ് നടന്നായിരുന്നു. ഹീറോയിൻ നോക്കിയില്ലായിരുന്നു. വീട് പാവമായിരുന്നു. അങ്ങനെ എല്ലാ ചടങ്ങായിരുന്നു. അങ്ങനെ ആയിട്ട് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു പെണ്ണുക്ക് ഷൈ ആയി തീർക്കും അങ്ങനെ പറഞ്ഞു. അമ്മ പറയുന്നു പ്രിയ അങ്ങനെ രാത്രിയായിരുന്നു. ഹീറോയിൻ റെസ്റ്റ് എടുത്ത് വന്നിരുന്നു. റെഡിയാക്കി ഈ ഫോട്ടോ തന്നാൽ മതി. സാരി നല്ല സാരി ഉടുപ്പിച്ച് പ്രിയ പറഞ്ഞക്ക് അമ്മ ഹസ്ബൻഡ് പറയുന്നത് കേൾക്കും. ശരി അമ്മ പാല് കൊണ്ടുപോയി ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി. മച്ചി കൺഗ്രസ് കൺഗ്രസ് കൺഗ്രസ്. ഒരുവേള ജേഹു അടുത്തുണ്ടായിരുന്നു. നിനക്കെങ്ങനെയാവട്ടെ അത് നടക്കില്ല. ഒരുവേള മാരേജ് ഇതുമാതിരി വെക്കപ്പെട്ടു പോലടി. അതൊക്കെ എന്താ അകത്ത് പോ, നിനക്ക് സർപ്രൈസ് ഉണ്ട്, അകത്ത് പോ. എനിക്ക് ഹാപ്പി ഉണ്ട് പിന്നെ ഹാപ്പിയായ ഷോക്ക് ഉണ്ട്. പോ അത് ഹാപ്പി ഷോക്ക. പ്രിയരോട് പറയായിരുന്നു. ദിയ പറഞ്ഞു എനിക്ക് ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ കേട്ടിറ നിനക്ക് ഷോക്ക് ന്യൂസ് ഉണ്ട്. പോ അകത്ത്. ഗുഡ് ന്യൂസ് ഷോക്ക് ന്യൂസ് എന്താ? എന്നെ ലോക്ക് ചെയ്ത് തുറന്നു വാത് തുറന്ന് അകത്ത് വന്ന് ലോക്ക് ചെയ്തു. പാലെടുത്തായിരുന്നു. അങ്ങനെ ജേഹു ഭയങ്കരമായിരുന്നു. അല്ലെങ്കിൽ വീട് കാട്ടാൻ പറ്റില്ല എന്ന് ജേഹു കൊടുത്തു. വോയിസ് അങ്ങനെയായിട്ട് ജേഹുക്ക് ലാംഗ്വേജ് നന്നായിട്ട് അറിയും. അതുകൊണ്ട് ജേഹു വേഗം പഠിക്കും. അതുകൊണ്ട് ഫ്യൂച്ചർ വൈഫ് പറഞ്ഞ ഇന്ത്യകളിലെ മാരേജൊക്കെ ജേഹു ഭയങ്കര ആഗ്രഹം കൊണ്ട് ജേഹു പഠിച്ചായിരുന്നു. ഹീറോയിനെ നോക്കി ഹീറോയ്ക്ക് ഷോക്കായി ജേഹുവിനോട് സ്മെൽ ചെയ്തു. ജേഹു പിടിച്ചു റിയാള ഇത് ഷോക്കായിരുന്നു. ഞാൻ ജേഹു പിടിച്ച് നിറക്കന് കിള്ളി. അത് ഇടുപ്പൊഴിച്ചായിരുന്നു. ജേഹുപ്പ എന്താ ഒപ്പളിക്കാൻ? ജേഹു നിങ്ങളാണോ? അതെ ബേബി ഞാൻ തന്നെ. ജേഹു